യേശു ശിഷ്യരെ കുറ്റപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളെയും യേശു ആ കാര്യങ്ങൾ കൊണ്ട് കുറ്റപ്പെടുത്തുമോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്ന നല്ലതാണ്. ആദ്യമായി അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ആദ്യമുണ്ടായ ആ സ്നേഹം, ആദ്യമുണ്ടായ ആ വിശ്വാസം എനിക്കുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമുണ്ടായിരുന്ന ഒരു തിരിഞ്ഞുനോട്ടം എപ്പോഴും നല്ലതാണ്. എല്ലാ ദിവസവും തിരിഞ്ഞു നോക്കണം. എൻ്റെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ ധ്യാനങ്ങൾ, ചെറിയ ചെറിയ ആ ധ്യാന വിഷയങ്ങളെക്കുറിച്ച് എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ബൈബിൾ വായനകൾ, അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതെപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ്. ഞാനിങ്ങനെ വളരെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ചെറുതായിക്കൊണ്ടിരിക്കുമോ എന്നാണോ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ചെറുതാവുകയാണ്, അല്ലെങ്കിൽ ഞാൻ വളരുന്നതോടൊപ്പം എൻ്റെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുകയാണോ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നിന്ന് പറയുന്നത്, നിങ്ങൾ ഏത് അവസ്ഥയെന്ന് അനുഭവിച്ചവർക്ക് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ആദ്യ കുർബാന സ്വീകരണത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോഴുണ്ടായൊരു നിർമ്മലതയിലേക്ക് എത്തിയില്ലെങ്കിലും നമ്മളൊക്കെ വൈദികനും സിസ്റ്ററുമാകുന്ന സമയത്ത് ആ തീഷ്ണതയുണ്ട്. ആ തീഷ്ണത ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ആ തീഷ്ണതയിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ട്, ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് കർത്താവ് അവനെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, സ്നേഹിക്കാൻ മാത്രമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അവന്റെ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ളത് മാത്രമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ആ കർത്താവിനെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ, എൻ്റെ ഉള്ളിൽ ആരോടും എനിക്ക് വെറുപ്പില്ല, ആരോടും എനിക്ക് വിദ്വേഷമില്ല, ആരോടും എനിക്ക് ഒരു തിന്മയില്ല? അങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ, അല്ലെങ്കിൽ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കും. എനിക്ക് ചിലവരൊക്കെ ഒന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ചിലരൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്, ചിലരോടൊക്കെ സംസാരിക്കാതെ അകന്ന് നടക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ശിഷ്യർക്കുള്ള ജോലിയല്ല. കർത്താവിൻ്റെ ശിഷ്യരുടെ ഹൃദയം തുറന്നിരിക്കണം. അവർ ഹൃദയം അടച്ചു വെക്കുന്നവരായി മാറരുത്. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങണം. ഹൃദയം കഠിനമാകുമ്പോൾ അത് വെള്ളം ഇറങ്ങാതെയാകും, അതിൻ്റെ ഉള്ളിൽ ഒരു പച്ചപ്പുണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ശിഷ്യരെ കുറ്റപ്പെടുത്തിയത്. ഒന്ന്, വിശ്വാസരാഹിത്യം. രണ്ട്, ഹൃദയ കഠിനം. ഈ രണ്ട് കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു ശിഷ്യൻ ഇറങ്ങിത്തിരിച്ചാൽ അവൻ്റെ സുവിശേഷ വേലയിൽ കർത്താവ് പ്രവർത്തിക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും അവനെ നശിപ്പിക്കുകയുള്ളൂ. കുടുംബജീവിതത്തിലായാലും സമർപ്പിത ജീവിതത്തിലായാലും ഈ രണ്ട് കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്.